Hi, hello dear friends, welcome back. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പനീർ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പനീർ ക്യാപ്സിക്കം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളൂ. അപ്പം നമ്മുടെ ഈ പനീർ ക്യാപ്സിക്കം മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഈ പനീർ ക്യാപ്സിക്കം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ എണ്ണയിലിട്ട് ഒരല്പം ഉള്ളി ഒന്ന് വറുത്തെടുക്കാനുള്ളത് കൊണ്ട് ഒരല്പം കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് ബിരിയാണിയിലൊക്കെ ചേർക്കുന്നത് പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരല്പം എണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യത്തെ ഈ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും ഒരു കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഉള്ളിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി മൂക്കാൻ തുടങ്ങുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനായിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോസ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞ് ചേർത്തോളൂ. കാരണം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒരു 10-25ഓളം കാഷ്യൂ നട്ട്സ് ഉണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളി എന്തായെന്ന് നോക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗം കരിഞ്ഞു പോവുകയും മറ്റൊരു ഭാഗം മൂക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നോക്കി ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം. അതുവരെയിൽ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നോക്കി ഇപ്പോൾ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് വാർത്തിയെടുത്തോളൂ കേട്ടോ ഇതുപോലെ. അപ്പം നമ്മൾ ചേർത്ത എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, ധാരാളം എണ്ണ ഇനി അതിലും ബാക്കിയുണ്ട്. അപ്പോൾ ഈ എണ്ണയിലാണ് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ നല്ല ഉള്ളിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. എണ്ണയിൽ നിന്ന് മുഴുവൻ ഉള്ളിയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ, അതുവരെ പാത്രത്തിൽ എണ്ണ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഒരല്പം പട്ട ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 ഏലക്കായ, അതുപോലെ ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ ബേ ലീഫ് ഇത്രയും കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സ്പൈസസൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ഇനിയിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബേ ലീഫിൻ്റെ മുകളിലേക്കാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയില്ല കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചൂടായ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതിയാവും. കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളി കാഷ്യൂ നട്ട് പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലകളൊക്കെ ഈ പേസ്റ്റുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാല നന്നായിട്ടൊന്ന്
എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളീൻ്റെ പച്ചമണമൊക്കെ മാറി വരുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാൽ മാത്രമേ ഇതിൻ്റെ പച്ചമണം മാറുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജിൽ ഇത് പുറത്തേക്ക് തെറിക്കാനും കയ്യിലേക്ക് വീഴാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തു തന്നു. ഇതിപ്പോൾ നോക്കി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളീൻ്റെ പച്ചമണമൊക്കെ മാറി കാഷ്യൂ നട്ട്സ് പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കി നല്ല രീതിയിലൊരു പേസ്റ്റ് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും അതൊക്കെ ഇതുപോലെ വെള്ളം ഒട്ടും ചേർക്കാണ്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അതും കൂടെ നമുക്ക് ഈ മസാലകളുടെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ തക്കാളി, കാഷ്യൂ നട്ട് പേസ്റ്റ്, മസാല എല്ലാം കൂടെ ഇതിനകത്ത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരാനായിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കൊരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കുക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ അടുത്തുള്ള സ്റ്റൗവിൽ ഒരല്പം വെള്ളം കൂടെ ചൂടാകാനായിട്ട് വെച്ചിരുന്നാൽ ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും ആ വെള്ളവും ചൂടായിട്ട് വരും. അപ്പോൾ അത് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഗ്രേവീനെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മസാല ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് നോക്കി, ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 ഗ്ലാസോളം വെള്ളം നമുക്കിതിന് ആവശ്യമുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രേവീൻ്റെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 200 ഗ്രാം പനീർ സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പനീർ എണ്ണയിലൊന്ന് വറുത്തിട്ട് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ചേർത്താലും മതി. ഞാനിവിടെ പച്ചയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചെടുത്താണ് അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരല്പം പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരേൻ്റെ ആവശ്യമുള്ളൂ. മധുരമൊന്നും ഉണ്ടാവില്ല കറിക്ക്, പക്ഷേ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്ത് തരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏതാണ്ട് തയ്യാറാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ പീസസ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്, വറുത്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം. ഒരല്പം എണ്ണയിലേക്ക് പനീർ കഷ്ണങ്ങളിട്ട് ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് പനീർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടും എണ്ണ തെളിഞ്ഞ് വരാനായിട്ടും ഒക്കെ ആയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറി ഒന്നും കൂടെ ഒന്ന്
കുക്കായി വരും കേട്ടോ. ഇതേ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പനീർ ക്യാപ്സിക്കം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം പീസസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരല്പം കൂടുതൽ ക്യാപ്സിക്കം ചേർക്കുന്നു. ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ട് അത് മുഴുവനായിട്ടും തന്നെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറോട് ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. ഈ ക്യാപ്സിക്കം നമ്മൾ അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ക്യാപ്സിക്കം ഓവർ കുക്കായാൽ കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല. ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി ഈ ക്യാപ്സിക്കം ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കായി വരാനായിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക്, ഒരു 4-5 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതേ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കവും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കായിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു പനീർ ക്യാപ്സിക്കം മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചപ്പാത്തി, പെറോട്ട, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.